ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എനിക്ക് എന്നും പഠിക്കാൻ പറ്റണേ എന്നുള്ളതാണ്. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമാണ് എൻ്റെ കുട്ടികളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അതായത് ചില കാര്യങ്ങൾ നമ്മളോട് നമ്മുടെ കുട്ടികൾ ചോദിച്ചാൽ നമുക്ക് അറിയില്ലായിരിക്കും. അത് അവരോട് അറിയില്ല എന്ന് തന്നെ പറയണം. ഡാൻസ് ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും ഡാൻസ് ക്ലാസ് ആവരുത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മളെപ്പോഴും അപ്രോച്ചബിൾ ആയിരിക്കാം. ആൻഡ് ഡാൻസ് ക്ലാസ്സിനും പുറമേയുള്ള ലോകമൊക്കെ അവരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യിക്കണം. ഡാൻസ് ക്ലാസ്സിൽ വന്ന് ഇരുന്നു പഠിച്ചു പോയി എന്നുള്ളതിന് ഡാൻസ് ക്ലാസ്സിൽ ചിലപ്പോൾ വരുന്നത് ഡാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാകരുത്, കാണാനാവണം, മറ്റുള്ളവരെ കാണണം. അതുപോലെ ഡാൻസ് ക്ലാസ് എന്ന് പറയുന്നത് ഇങ്ങനെയും ആവാം. നമ്മുടെ ചുറ്റും ഒരുപാട് പെർഫോമൻസും കാര്യങ്ങളും നടക്കും. അതെല്ലാം നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കും. മറ്റുള്ളവരെയും കൂടെ നമ്മൾ കാണണം. അതെല്ലാം ഡാൻസ് ക്ലാസ്സിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കറിയില്ല ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ നന്മയാണോ അത് ശാപമാണോ എന്നറിയില്ല. നമ്മൾ തൊട്ട് മുന്നേ ആയിരിക്കും നമ്മൾ വേണ്ടപ്പെട്ട ഒരാളുടെ വിയോഗ വാർത്ത അറിയുന്നത്. ഈ ഒരു കലയെ ഒരു ഫോറിൻ കൺട്രിയിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുക, അവിടെ കുട്ടികളെ പഠിപ്പിക്കുക ഒക്കെ ചെയ്യാന്ന് പറയുന്നത് അതിലൊക്കെ വലിയൊരു കാര്യമാണ്. ഇന്ത്യൻ ഹൈ കമ്മീഷനിൽ പോയി വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? എന്തോ സ്ക്രോളൊക്കെ ചെയ്യുമ്പോൾ ഒരു പേപ്പർ കട്ടിങ് കണ്ടു. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ ഒരു വിങ് ഉണ്ട്. അത് നമ്മൾ ആർട്ടിസ്റ്റുകളെ, അതായത് ടീച്ചേഴ്സിനെ ചൂസ് ചെയ്യും. അവർ ചൂസ് ചെയ്തിട്ട് നമ്മളെ എബ്രോഡുള്ള കൺട്രീസിലേക്ക് വിടും. അവിടെ ഇന്ത്യൻ എംബസി ഉണ്ടാവും. നമ്മുടെ ഇന്ത്യൻ എംബസി എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലാ കൺട്രിയിലും ഉണ്ടാവും. അവർക്കൊരു കൾച്ചറൽ വിങ് ഉണ്ടാവും. അവിടെ ആ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പല ആർട്ട് ഫോംസും, ഭരതനാട്യം, കുച്ചിപ്പുടി, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ്, ഹിന്ദുസ്ഥാനി കർണാട്ടിക് വോക്കൽസ്, അതുപോലെ